ഹായ്, ഈ വീഡിയോയിൽ ഞാൻ വെരിലോഗ് പ്രോഗ്രാമിംഗ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് യൂസിങ് സൈലൻസ് ISE ടൂൾ. അപ്പോൾ ഇവിടെ കാണാം സൈലൻസ് ISE ഓപ്പൺ ചെയ്ത് ഫയൽ ന്യൂ പ്രോജക്റ്റ് എടുക്കുക. ഒരു ന്യൂ പ്രോജക്റ്റ് നമ്മുടെ പേര് കൊടുക്കുക, നെയിം, പ്രോജക്റ്റ് നെയിം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഇനി അത് ഏത് ലൊക്കേഷനിലാണോ സേവ് ചെയ്ത് വെക്കേണ്ടത് ആ ലൊക്കേഷൻ്റെ ഒരു ഡ്രൈവ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത്, ഡി ഡ്രൈവ് ആണെങ്കിൽ അതിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ ലൊക്കേഷൻ ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അടിച്ച് HTML നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. മെനി ഓപ്ഷൻസ് ഇതിനകത്ത് സെലക്റ്റഡ് ആയിട്ട് തന്നെ വരുന്നത്. സോ വി നീഡ് നോട്ട് ചേഞ്ച് മെനി ഓഫ് ദീസ്. ഇനി ഫിനിഷ് കൊടുക്കുക. ഇനി അപ്പോൾ നമുക്ക് ആ പ്രോജക്റ്റ് നെയിം സേവായി. ഇനി ന്യൂ സോഴ്സ് എടുക്കുക, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട്. ന്യൂ സോഴ്സ് എടുക്കുമ്പോൾ അവിടെ വെരിലോഗ് മോഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സോഴ്സ് ടൈപ്പായിട്ട്. സെലക്ട് സോഴ്സ് ടൈപ്പ്, അപ്പോൾ വെരിലോഗ് മോഡ്യൂൾ. എന്നിട്ട് നമ്മൾ ഫയൽ നെയിം ഒരു പേര് കൊടുക്കാം. അപ്പോൾ ബേസിക് ഗേറ്റ്സ് ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് പോർട്ട് നെയിമിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടും വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രോഗ്രാമിൽ തന്നെ റൈറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ പ്രോഗ്രാമിൽ ഡയറക്റ്റ്ലി ചെയ്യുകയാണ്. ഇനി വരുന്ന സെഷനിൽ പ്രോഗ്രാമിലൊക്കെ ഞാൻ ഡയറക്റ്റ്ലി ആ പോർട്ട് നെയിം അവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇനി ഇവിടെ ബേസിക് ഇൻപുട്ട് AB എന്ന് പറഞ്ഞ 2 ഇൻപുട്ടും ഔട്ട്പുട്ട് Y1 Y2 എന്ന് പറഞ്ഞ 3 ഔട്ട്പുട്ടും എടുക്കുന്നുണ്ട് ഫോർ ദി ഡിഫറെൻറ്റ് ഗേറ്റ്സ്. എല്ലാം കൂടി ഒരു പ്രോഗ്രാമായിട്ട് ചെയ്ത് കാണിക്കാനാണ്. അപ്പം ഓരോ പ്രാവശ്യം ഇപ്പോൾ മോഡ്യൂൾ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് സെമിക്കോളൻ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യണം. ഇനി ഫസ്റ്റ് ആൻഡ് ഗേറ്റ് ആണ് കാണിക്കുന്നത്. ആൻഡ് ഓപ്പറേഷൻ, അതൊരു കീവേഡാണ്. ആൻഡ് Y, A, B അത് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടുക. അപ്പോൾ എവറി ടൈം നമുക്കൊരു ലൈൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സെമിക്കോളൻ വെച്ചാണ്. ഇനി ഓർ ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് നമുക്ക് Y1 ആയിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. AB തന്നെയാണ് എപ്പോഴും ഇൻപുട്ട്സ്. ഇനി നെക്സ്റ്റ് XOR ഗേറ്റ് എടുത്തു, അപ്പോൾ Y2 ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. AB തന്നെ ഇൻപുട്ട്സ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അഗെയിൻ സെമിക്കോളൻ ക്ലോസ്. അപ്പോൾ 3 ബേസിക് ഗേറ്റ്സ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നോട്ട് ഗേറ്റിന് പ്രത്യേകിച്ച് അങ്ങനെ കൊടുക്കണമെന്നില്ല. നോട്ട് ഗേറ്റ് ആണെങ്കിൽ ഒരു ഔട്ട്പുട്ടും കൂടെ കൊടുത്താൽ മതി, Y3, A. അതെടുത്തിട്ടില്ല. ഇനി അത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിമുലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ടാണ് ISIM സിമുലേറ്റർ എന്ന് പറയുന്നത് താഴെ കിട്ടുന്നത്. ISIM സിമുലേറ്ററിൽ പോയി നമ്മൾ ബിഹേവിയറൽ ചെക്ക് സിൻടാക്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ലൈൻ ടിക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സിൻടാക്സ് കറക്റ്റാണ്. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് അതിൻ്റെ താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സിമുലേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ സിമുലേഷൻ വിൻഡോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി ഓരോ വാല്യൂസായിട്ട് അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ചെയ്യണം. ഇനീഷ്യലി എയുടെയും ബിയുടെയും ഇൻപുട്ട് നമ്മൾ 1 1 എന്നോ 0 0 എന്നോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ റൺ ചെയ്താൽ, ആ ഒരു ട്രയാങ്കിൾ റൺ ഓപ്ഷൻ കൊടുത്താൽ യു ക്യാൻ സീ നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടും. ഇഫ് ഓൾ ആർ ഗ്രീൻ, നമ്മുടെ സിമുലേഷൻ കറക്റ്റാണ്, ഗ്രീൻ ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഹൈ ഇംപിഡൻസ് പോലെ ബ്ലൂവോ അങ്ങനെ വേറെ ഏതെങ്കിലും കളേർഡ് ലൈൻസ് വന്നാൽ ദാറ്റ് ഷോസ് ദാറ്റ് യുവർ ഔട്ട്പുട്ട് ഇസ് നോട്ട് കറക്റ്റ് ഓർ സിമുലേഷൻ ഇസ് നോട്ട് ഓക്കെ. പിന്നെ ഇതേപോലെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കൊടുത്ത് ബാക്കി വാല്യൂസിന് എയും ബിക്കും വേറെ വേറെ ഇൻപുട്ടുകൾ കൊടുത്ത് നോക്കുക. 0 0 0 1 1 0 1 1 അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്താൽ യു ക്യാൻ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വാല്യൂസ് ഫോർ ഈച്ച് ഗേറ്റ് ആൻഡിനും ഓറിനും ഓരോന്നിനും. അപ്പോൾ Y എന്ന് പറയുന്നത് ആൻഡ് Y1 ഓർ Y2 XOR, ഇതിന് ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് കാണാം. ഇനി ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ റൺ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി എല്ലാം കൂടി ഒരുമിച്ച് കാണണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് സൂം ടു ഫുൾ വ്യൂ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ചൂസ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കാണാം. നമുക്ക് ഇനി അതിൽ ടൈമിൻ്റെ ഓപ്ഷൻസൊക്കെ മാറ്റി വേണമെങ്കിൽ വേറെ ടൈം ഇൻപുട്ടുകളൊക്കെ കൊടുത്തു നോക്കാം. അവിടെ ടൈമിൻ്റെ ഒരു 1 മൈക്രോ സെക്കൻഡ് എന്നൊക്കെ കാണാമല്ലോ, അതിനും ടൈം പീരീഡ് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഈ
ഇനി ഇവിടെ കാണുന്ന ഒരു യെല്ലോ ലൈൻ, അത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ വാല്യൂസിൽ 0, 1 അത് അവിടെ ആ കറസ്പോണ്ടിങ് വാല്യൂ എന്താണോ അതവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേ ഇൻപുട്ടുകളൊക്കെ മാറ്റി മാറ്റി കൊടുത്ത് നോക്കി എവറി ടൈം. അപ്പോൾ ഇത് രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് എല്ലാ വാല്യൂസും കൊടുത്ത് നോക്കാം. 0, 0, 1, 0, 1, 1, 1, 0. ഇതേ ഔട്ട്പുട്ട് നമുക്ക് വീണ്ടും കിട്ടുന്നത് കാണാം. ഇനി സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഔട്ട്പുട്ടുകൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ നമുക്കത് അങ്ങനെയും കാണാം. ഇനി സൂം ടു ഫുൾ വ്യൂ കൊടുത്താൽ നമ്മൾ കൊടുത്ത എല്ലാ ഫോഴ്സ് ചെയ്ത വാല്യൂസും അതിനകത്തേക്ക് നമുക്ക് ഒരുമിച്ച് കാണാനും പറ്റും. സി ദിസ് ഇസ് ഹൗ യു ഗെറ്റ് ദ സൂം ടു ഫുൾ വ്യൂ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ കൊടുത്ത ഇൻപുട്ടുകളെല്ലാം മാറ്റി മാറ്റി ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നെക്സ്റ്റ് സൈക്കിൾ അങ്ങനെ കാണാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെരിലോഗിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതും അതിനകത്ത് സിമുലേഷൻ ചെയ്യുന്നതും. താങ്ക് യു.